മുനമ്പത്ത് സർക്കാർ വെച്ച അന്വേഷണ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ സിംഗിൾ മാൻ കമ്മീഷൻ അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. വഖഫ് സംരക്ഷണ സമിതിയുടെ പെറ്റീഷനെ തുടർന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആ കമ്മീഷൻ്റെ പ്രവർത്തനം ക്യാൻസൽ ചെയ്തത്, റദ്ദാക്കിയത്. വാസ്തവത്തിൽ സ്റ്റേ അല്ല, റദ്ദാക്കലായിരുന്നു അത് ഇഫ് ഐ മേ സേ സോ, അതൊരു ജുഡീഷ്യൽ ഓവർ റീച്ച് ആയിരുന്നു. കമ്മീഷൻ വയ്ക്കുക എന്നുള്ളത് 1952 കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് വെച്ചിട്ട് ഒരു സർക്കാരിൻ്റെ പ്രിറോഗേറ്റീവാണ്. ഒരു സർക്കാരിന് കമ്മീഷൻ വയ്ക്കാം, ഏത് കാര്യവും അന്വേഷിക്കാം, കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാം, ആ റിപ്പോർട്ടിന് സർക്കാരിന് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം, തള്ളിക്കളയാം, ഭാഗികമായി അംഗീകരിക്കുക, എന്തും ചെയ്യാം. ഇതൊക്കെ ശരിക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ജോലിയാണ്. ഇതിൽ ഒരു കാരണവശാലും കോടതികൾ ഇടപെടാൻ പാടില്ലാത്തതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് കോടതികളാണ് എന്ന് ജഡ്ജിമാർക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ ജനങ്ങൾക്കും തോന്നുന്നു. സകല കാര്യത്തിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെടുന്നു. ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ഈ വിഭജനമൊന്നും ബാധകമല്ല. ഭരിക്കുന്നത് ജഡ്ജിമാരാണ്, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രി ഒട്ടുമല്ല. പാർലമെൻറ്റിന് ഒരു ചുക്ക് അവകാശവുമില്ല. അസംബ്ലികളിൽ ഇരിക്കുന്നത് പൊട്ടന്മാരാണ്. അവർ പാസ്സാക്കുന്ന ബില്ലുകളൊന്നും ബില്ലുകളല്ല. ഈ രീതിയിൽ സകല കാര്യങ്ങളിലും ഇടപെടുന്ന കോടതികളെയാണ് ഇപ്പോൾ കാണുന്നത്. അതല്ലെങ്കിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇത്തരമൊരു ഹർജി എൻ്റർടൈൻ ചെയ്യുമായിരുന്നില്ല. 2018 പ്രളയത്തെ തുടർന്ന് ആ പ്രളയത്തിൽ ഡാമിൻ്റെ ഓപ്പറേഷൻ, മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയ മനുഷ്യൻ, ഡോക്ടർ E. ശ്രീധരൻ, CR നീലകണ്ഠൻ, രമേശ് ചെന്നിത്തല, ഇവരെല്ലാം കോടതിയിൽ പോയിരുന്നു 2018. ഇന്ന് വരെ അതിനൊരു അനക്കവുമില്ല. പോട്ടെ, അതിലൊന്നും നമ്മൾ പരാതി പറയാൻ പാടില്ല, അത് എന്തുമായിക്കോട്ടെ. ബട്ട് അന്ന് ഞാൻ കൺസൾട്ട് ചെയ്ത 2-3 വക്കീലന്മാർ വട്ടം പിടിച്ചിട്ട് പറഞ്ഞു, മോഹൻദാസ്, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടില്ല. അത് വയ്ക്കാൻ പറയുകയോ വയ്ക്കാതിരിക്കാൻ പറയുകയോ ഒന്നും ചെയ്യില്ല. എക്സ്ക്ലൂസീവ്ലി ലെജിസ്ലേറ്റീവ് ഡൊമെയിനാണത്. അതുകൊണ്ട് ഹൈക്കോടതി ഇടപെടില്ല. അപ്പം ഞാൻ പണ്ട് പഞ്ചാബ് ഹൈക്കോടതി എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കച്ചിത്തുരുമ്പ് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് എൻ്റെ ഹർജി കൊണ്ടുപോയി കൊടുത്തത്. ഇതങ്ങ് പാസ്സായി കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്കും അറിയാം ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് തീർത്തും നിയമസഭയുടെയും ലോക്സഭയുടെയും പരിധിയിൽപ്പെട്ട ഒരു കാര്യമാണ്. കോടതിക്ക് അതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വയ്ക്കാൻ കോടതി പറഞ്ഞിട്ടില്ല. പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു അന്വേഷണം അത് സർക്കാരിൻ്റെ വകയാണ്. കോടതികൾക്ക് CBI അന്വേഷണം ആവശ്യപ്പെടാം, NIA അന്വേഷണം ആവശ്യപ്പെടാം, മറ്റെന്തും ആവശ്യപ്പെടാം, ക്രൈംബ്രാഞ്ചിന് വിടാൻ പറയാം, എന്തൊക്കെയും പറയാം. ബട്ട് ജുഡീഷ്യൽ അന്വേഷണം പറ്റില്ല. ഇതാണ് നമ്മളുടെ ഭരണഘടന അനുസരിച്ചുള്ള സെറ്റപ്പ്. ഈ നാട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കും MP-മാർക്കും എന്തെങ്കിലുമൊക്കെ അധികാരമില്ലേ? അതോ അവരൊക്കെ വെറും പഴുപ്പന്മാരാണോ? അവർ പാസ്സാക്കുന്ന ബില്ല് ഒരു ജഡ്ജി, ഒരു സിംഗിൾ ജഡ്ജി, അല്ലെങ്കിൽ 2 ജഡ്ജിമാരുടെ ഒരു ബെഞ്ച്, 3 ജഡ്ജിമാരുടെ ബെഞ്ച് സുപ്രീം കോടതിയിൽ, അല്ലെങ്കിൽ ഭരണഘടനാ ബെഞ്ച് എന്ന് പറഞ്ഞിട്ട് 5 പേര്, 140 കോടി ജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത, അല്ലെങ്കിൽ തങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 5 പേരിരുന്നുകൊണ്ട് എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യുക. And you call it rule of law? As if all the wisdom is concentrated in Supreme Court, in 5 people. I don't understand. അതുകൊണ്ടാണ് ഞാൻ ഈ മുനമ്പം ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ കാര്യത്തിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന് തെറ്റുപറ്റി എന്ന് ആർഗ്യൂ ചെയ്യുന്നത്. സർക്കാർ
അപ്പീലിന് പോയി, റിട്ട് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ. കുഴപ്പമില്ല, തിരക്കേടൊന്നുമില്ല. ബട്ട് സർക്കാർ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല ക്ലിയർ ജഡ്ജ്മെൻറ്റാണ്. സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്. ഓരോന്നും കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇത് റദ്ദാക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, സർക്കാർ ചില കാര്യങ്ങൾ പരിഗണിച്ചില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പുള്ളി പറയുന്നത്, നമ്മളുടെ വഖഫ് ട്രിബ്യൂണലുണ്ടല്ലോ, ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നാൽ അത് വഖഫ് ട്രിബ്യൂണലിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് സർക്കാർ പരിഗണിച്ചില്ല. അപ്പം ഞാൻ പറയുന്നത്, ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഞാൻ അതും കൂടെ പരിഗണിച്ചുകൊണ്ട് അടുത്ത ഈ കമ്മീഷൻ തുടരാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ഉത്തരവിറക്കും. കോടതി പറഞ്ഞത് എന്താ? യു ഹാവ് നോട്ട് കൺസിഡേർഡ് പോയിൻറ്റ് നമ്പർ 1, 2, 3. So you release the order saying that we have considered that also and found no substance in that, and therefore we are allowing this commission to start its operation. Now we feel that അത് ക്ലിയറായിട്ട് എഴുതണം. സുപ്രീം കോടതിയുടെ ഇന്ന ഡേറ്റിലെ ഇന്ന നമ്പർ ജഡ്ജ്മെൻറ്റിൻ്റെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളിത് പരിശോധിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് കമ്മീഷൻ തുടരുന്നു എന്ന് പറഞ്ഞ് അടുത്ത ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിക്കണമായിരുന്നു. ദാറ്റ് വുഡ് ഹാവ് ബീൻ ദ ബെസ്റ്റ് കോഴ്സ് ടു ഡു. ഇൻസ്റ്റഡ് സർക്കാർ ഈ ഒരു സർക്യൂട്ടസ് റൂട്ടിൽ പോയി, റിട്ട് അപ്പീലിൽ പോയി. ശരി, റിട്ട് അപ്പീൽ പരിശോധിച്ച് കോടതിയും ഞാൻ ഈ പറഞ്ഞ പോലെ ദിസ് ഡസൻ ഫോൾ അണ്ടർ ദ പെർവ്യൂ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ട്, ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ തുടർന്ന് നിങ്ങൾക്ക് വല്ല ഡാമേജ് ഉണ്ടായെങ്കിൽ ഉണ്ടായ ആളിന് കോടതിയെ സമീപിക്കാം. അതല്ലാതെ ഫ്യൂച്ചറിൽ ഡാമേജ് ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്മീഷനെ തടയുന്നത് എങ്ങനെയാണ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. എന്തിന് ഈ കമ്മീഷൻ റിപ്പോർട്ട് സ്വാധീനിക്കണം? ട്രിബ്യൂണലിരിക്കുന്നത് ഒരു ജില്ലാ ജഡ്ജിയാണ്, പൊട്ടനൊന്നും അല്ലല്ലോ. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഒരു റിട്ടയർഡ് ജഡ്ജി കൊടുത്തിട്ടുണ്ട്, സർക്കാരിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്, പത്രത്തിൽ ഫ്ലാഷ് ആകും, ടി വിയിലൊക്കെ വരും. ബട്ട് ഹീ ഈസ് സപ്പോസ് ടു ബി നോട്ട് ടു ഗെറ്റ് അഫക്റ്റഡ് ബൈ സച്ച് റിപ്പോർട്ട്സ്. അപ്പോൾ ആ ജില്ലാ ജഡ്ജിയുടെ കപ്പാസിറ്റി, അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു ജഡ്ജ്മെൻറ്റായി പോയില്ലേ അത്? നിങ്ങൾ വേറൊരു റിപ്പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ഈ ജഡ്ജി സ്വാധീനിക്കപ്പെടും. ഏത്? ട്രിബ്യൂണലിലെ ജഡ്ജി. ഈസ് ഇറ്റ് എ ഗുഡ് ആർഗ്യുമെൻറ്റ്? ഈസ് ഇറ്റ് എ ഗുഡ് പ്രൊപ്പോസിഷൻ? ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് ഇറ്റ് വാസ് ഡൺ. നൗ റിട്ട് അപ്പീൽ കൊടുത്തപ്പോൾ ഡിവിഷൻ ബെഞ്ച് ചെയ്തത് എന്താ? അവർ ഈ ഓർഡർ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് കമ്മീഷൻ തുടരട്ടെ, സബ്ജക്റ്റ് ടു അവർ ഫൈനൽ ഡിസിഷൻ. അരെ, വാട്ട് ഈസ് ദിസ്? യു ആർ അലോയിങ് എ കമ്മീഷൻ ടു വർക്ക് subject to your final order. Suppose your order goes against the commission, then what is the meaning of that exercise? ഇപ്പോൾ C.N. രാമേന്ദ്രൻ നായർ സാറ് ബുദ്ധിമുട്ടി ഒരു മെയ് 15 ആയി കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് വയ്ക്കുക. കൊടുത്തിട്ട് മെയ് 17 ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വരുന്നു, ഈ കമ്മീഷൻ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴോ രാമേന്ദ്രൻ നായർ സാറ് വെറും വിഡ്ഢിയാകുക. ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് സബ്ജക്റ്റ് ടു അവർ ഫൈനൽ ഓർഡർ ദ കമ്മീഷൻ ക്യാൻ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ആൻ എൻക്വയറി കമ്മീഷൻ. സം എൻക്വയറി ഈസ് ബീയിങ് ഡൺ. വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് എൻക്വയറിങ് എ മാറ്റർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്? ഇത്രയധികം ചൂടും വഴക്കും പുകയും ബഹളവും നടക്കുന്നത്, യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഒരു സർക്കാരിനൊരു കാര്യം അന്വേഷിക്കാനുള്ള അധികാരമില്ലേ ഈ നാട്ടിൽ? So I think this is another judicial mistake. ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് ഈസ് അനദർ ജുഡീഷ്യൽ മിസ്റ്റേക്ക്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വെൽക്കം ദാറ്റ്, ബിക്കോസ് ഈ ജസ്റ്റിസ് C.N. രാമേന്ദ്രൻ നായർ സാറിൻ്റെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ നോക്കുക. ഒരുപാട് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് എഴുതിയ ആളാണ് C.N. രാമേന്ദ്രൻ നായർ സാർ. CNR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. ഞാനിനി പറയുമ്പോൾ CNR എന്ന് ഓർക്കാതെ പറഞ്ഞു പോകും. അത് അദ്ദേഹത്തോടുള്ള ബഹുമാനക്കുറവായിട്ട് തോന്നരുത്. ഹീ ഈസ് പോപ്പുലർലി നോൺ ആസ് CNR, C.N. രാമേന്ദ്രൻ നായർ സാർ. അതാണ് C.N. രാമേന്ദ്രൻ നായർ സാറാണ് ഗുരുവായൂരിൽ ഒരു ബാറിൻ്റെ
അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വന്നു. വളരെ രസകരമായ കേസായിരുന്നു. ബാർ ലൈസൻസ് സർക്കാർ നിഷേധിക്കാം, കൊടുക്കാം, നിഷേധിക്കാം. അന്നത്തെ സർക്കാർ അത് നിഷേധിച്ചു. ഇയാൾ ഹൈക്കോടതിയിൽ വന്നു. രാമേന്ദ്രനാഥ് സാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ ഓൾറെഡി 2 ബാറുണ്ട്, 3ാമത്തെ ബാറിനാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാം മറ്റേ 2 ബാറുകാരുടെ കുത്തിത്തിരിപ്പാണ്. അവർക്ക് കോമ്പറ്റീറ്ററായിട്ട് 3ാമതൊരാൾ വരണ്ട എന്ന് അവർ തീരുമാനിച്ചു. പൊതുജനങ്ങളുടെ സമരം ഒക്കെ സ്പോൺസേഡ് സമരങ്ങളാണ്. മറ്റ് 2 ബാറുകാർ കാശ് കൊടുത്തിട്ട് ആൾക്കാരെ ഇറക്കി വിട്ട് പന്തലും ഇട്ട് കസേരയൊക്കെ ഇട്ട് പ്രസംഗിക്കാൻ മൈക്കും കൊടുത്തിട്ട് അടിച്ചിപ്പായിക്കിടാന്നൊക്കെ പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ മദ്യസേവ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. 2 ബാറിൽ ഓൾറെഡി കച്ചവടം നടക്കുന്നു. രാമേന്ദ്രനാഥ് സാറ് ഈ ജഡ്ജ്മെൻറ്റിൽ ഇത് പറഞ്ഞു, നിങ്ങൾ 2 പേർക്ക് ലൈസൻസ് പണ്ടേ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 3ാമന് കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് തുല്യതയ്ക്ക് വിരുദ്ധമാകും. അതുകൊണ്ട് ഇയാൾക്ക് ലൈസൻസ് കൊടുക്കണം. നമ്പർ 2, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഗുരുവായൂർ മദ്യവിരുദ്ധ പ്രദേശമായിട്ട് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യവിൽപ്പന പാടില്ല എന്ന് പ്രഖ്യാപിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. യു ക്യാൻ ഹാവ് ആൻ ഐലൻഡ് ലൈക്ക് ദാറ്റ്. മദ്യമുക്തമായ ചെറിയ ഐലൻഡുകൾ അമ്പലത്തിനെ ചുറ്റിയോ പള്ളിയെ ചുറ്റിയോ ഒക്കെ നിങ്ങൾക്ക് സൗകര്യം പോലെ പ്രഖ്യാപിക്കാൻ ഒരു കുഴപ്പമില്ല. നിങ്ങളത് ചെയ്യൂ. അങ്ങനെയാണ് ഗുരുവായൂരപ്പനോടുള്ള റെഫറൻസ് കാണിക്കേണ്ടത്. അതിനു പകരം നിങ്ങൾ, അദ്ദേഹം പറഞ്ഞു, ദേവസ്വം ബോർഡ്, യുണൈറ്റഡ് ബ്രൂവറീസ്, വിജയ് മല്യയുടെ കമ്പനി, അവർ മദ്യ കമ്പനിയാണ്, അവരാണ് ശബരിമല 18ാം പടി സ്വർണം പൊതിഞ്ഞത്. ഇതൊരു കറുത്ത ഫലിതമല്ലേ എന്ന് CN രാമേന്ദ്രൻ സാർ അന്ന് ചോദിച്ചു. ഇറ്റ്സ് എ ബ്ലാക്ക് ഹ്യൂമർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിമല 18ാം പടി സ്വർണം കൊണ്ട് പൊതിഞ്ഞത് യുണൈറ്റഡ് ബ്രൂവറീസ് വിജയമലയാണ്, മദ്യ കച്ചവടക്കാരനാണ്. ഒരു കുഴപ്പമില്ല. മദ്യത്തിനാണ് തടസ്സം, മദ്യത്തിൽ നിന്നുണ്ടാകുന്ന പണത്തിനോ സ്വർണത്തിനോ ഒരു തടസ്സവുമില്ല. മാത്രമല്ല, അന്ന് 18ാം പടി കയറി ചെല്ലുമ്പോൾ വലതുവശത്തായിട്ട് അതോ ഇടതുവശത്തോ യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ ബോർഡ് വെച്ചിരുന്നു. ആ ബോർഡൊടുവിൽ ആൾക്കാരൊക്കെ ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ, കാരണം ഇതിൻ്റെ കണ്ടീഷനാണ്, വിജയമലയുടെ കണ്ടീഷനായിരുന്നു, ഞാനിത് സ്വർണം പൊതിഞ്ഞു തരാം, പക്ഷേ എൻ്റെ ബോർഡ് അവിടെ വയ്ക്കും യുണൈറ്റഡ് ബ്രൂവറീസ്. വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അവസാനം ജനങ്ങൾ ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വിജയമലയുടെ കാൽക്കൽ സാഷ്ടാംഗം വീണു ദേവസ്വം ബോർഡ്. എൻ്റെ പോനി ചേട്ടൻ്റെ ബോർഡ് എടുത്ത് മാറ്റണം. പുള്ളി പറഞ്ഞോടാ, കാശ് മുടക്കി ഞാൻ എൻ്റെ ബോർഡ്, അയ്യോ അതങ്ങനെയല്ല, യുണൈറ്റഡ് ബ്രൂവറീസ് എന്നൊക്കെ ബോർഡ് വെച്ചാൽ വലിയ കഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് എടുത്ത് മാറ്റി. രാമേന്ദ്രനാഥ് സാർ ഇത് ജഡ്ജ്മെൻറ്റിൽ എഴുതി, ഈസ് ഇറ്റ് നോട്ട് ബ്ലാക്ക് ഹ്യൂമർ, എനിക്ക് നിങ്ങളുടെ ഈ മദ്യവിരോധം അത്ര മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് എഴുതി. വേറൊരെണ്ണം, നമുക്ക് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമമുണ്ടല്ലോ. അപ്പോൾ അത് പ്രകാരം ഒരാളുടെ ഒരു 10 സെൻറ്റോ 12 സെൻറ്റോ ഉണ്ട്, അത് നികത്താൻ സമ്മതിക്കുന്നില്ല ജില്ലാ കളക്ടർ. അയാൾ ഹൈക്കോടതിയിൽ വന്നു, ഇത് അന്യായമാണ്, എൻ്റെ 12 സെൻറ്റിന് ചുറ്റും വലിയ ഫ്ലാറ്റുകൾ വന്നു കഴിഞ്ഞു, എൻ്റെ 12 സെൻറ്റിലെ ചതുപ്പ് നിലനിർത്തിയിട്ടാണോ നാട്ടിൽ ഇത് പരിസ്ഥിതി സംരക്ഷിക്കാൻ പോകുന്നത്? എന്നോടുള്ള കൊതിക്കറിവ് വെച്ച് ബാക്കിയുള്ളവർ പാര വയ്ക്കുന്നതാണ്, ഞാൻ 10 പൈസ ഉണ്ടാക്കുന്നത് അവർക്ക് കണ്ണി പിടിക്കുന്നില്ല, ഇതാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കോടതിയിൽ വന്നു. രാമേന്ദ്രനാഥ് സാർ പറഞ്ഞു, ഇതെന്ത് പരിപാടിയാടോ, ഇത്രയും സ്ഥലത്ത് ഫ്ലാറ്റായി, പക്ഷേ ഈ 12 സെൻറ്റ് നെൽവയൽ നീർത്തട സംരക്ഷണം നിങ്ങൾക്ക് എന്താ ഇതിന്? അപ്പോൾ സർക്കാർ പറഞ്ഞു, അല്ല അതൊന്നും നോക്കാൻ പറ്റില്ല, അത് ചതുപ്പായിട്ട് കിടക്കുകയല്ലേ, നീർത്തടമല്ലേ, അത് നികത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ അവിടെ താമസിക്കണം. അയാൾ പറഞ്ഞു, ഞാൻ അവിടെ താമസിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാനവിടെ മണ്ണിട്ട് നികത്തി ആ സ്ഥലം വിൽക്കാനാണ് എൻ്റെ ഉദ്ദേശം, 10 കാശ് കിട്ടണം, ഇതാണ് എൻ്റെ ഉദ്ദേശം. രാമേന്ദ്രനാഥ് സാറ് അയാൾക്ക് അനുകൂലമായിട്ട് ജഡ്ജ്മെൻ്റ് എഴുതി. സാറ് പറഞ്ഞു, നാട്ടിലെല്ലാവരും ഫ്ലാറ്റ് വയ്ക്കുന്നു, ഇയാളുടെ 12 സെൻറ്റിൽ മാത്രം പരിസ്ഥിതി അങ്ങനെ അങ്ങ് സംരക്ഷിക്കേണ്ട. ഇക്വിറ്റീസ് ഹാവ് എറൈസൺ ഇൻ ഫേവർ ഓഫ് ഹിം. ഇക്വിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇക്വാളിറ്റി അല്ല, ഇക്വിറ്റി. വേണമെങ്കിൽ നമുക്കതിന് നീതി എന്ന് പറയാം. ഇപ്പോൾ പൊക്കം കുറഞ്ഞ ആളും പൊക്കം കൂടിയ ആളും ഉണ്ടെങ്കിൽ 2 പേർക്കും കൂടെ കാണത്തക്ക രീതിയിൽ ചില്ല് ക്രമീകരിക്കുന്നതാണ് ഇക്വിറ്റി. 2 പേരും ഒരേപോലെ ട്രീറ്റ് ചെയ്തിട്ട് ആ ഹൈറ്റിൽ വെച്ച് ചില്ലിട്ട് കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞ ആളിന് അപ്പുറം കാണാൻ പറ്റില്ല, പൊക്കം കൂടിയ ആളിന് കാണാനും പറ്റും. ഇക്വാളിറ്റിയാണ്, പക്ഷെ കാണാൻ പറ്റില്ല. അപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ ചില്ലിടുക എന്നുള്ളതാണ് ഇക്വിറ്റി.
അപ്പോൾ ഈ ഇക്വിറ്റീസ് ഹാവ് അറൈസൺ ഇൻ ഫേവർ ഓഫ് ഹിം എന്ന് പറഞ്ഞിട്ട് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിന് എക്സംഷൻ എഴുതിയിട്ട് ജഡ്ജ്മെൻ്റ് എഴുതിയ ആളാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ സാർ. ഞാനതുകൊണ്ടാണ് അദ്ദേഹം മുനമ്പത്തിൻ്റെ കാര്യത്തിലും ന്യായമായൊരു റിപ്പോർട്ട് കൊടുക്കും, ന്യായമായൊരു പരിഹാരം കൊടുക്കും. ഒരു പക്ഷേ അത് ഏതെങ്കിലും കക്ഷികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, അത് വേറെ കാര്യം. അദ്ദേഹം പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജഡ്ജ്മെൻ്റ് എഴുതിയിട്ട് അങ്ങനെ ഷൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്തിന് നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് കേരള ഹൈക്കോടതിയിൽ എഴുതിയത് CN രാമേന്ദ്രൻ നായർ സാറാണ്. എല്ലാവരും കൂടെ സുപ്രീം കോടതിയിൽ പോയി. എന്ത് സംഭവിച്ചു? സാറ് 3 പേരുടെ കമ്മിറ്റിയെ വെച്ചു, സുപ്രീം കോടതി അത് 7 പേരുടെ കമ്മിറ്റിയാക്കി, ജില്ലാ ജഡ്ജിയെ കൂടെ അതിനകത്ത് കമ്മിറ്റിയിൽ വെച്ചു. ഇതല്ലാതെ രാമേന്ദ്രൻ നായർ സാർ എഴുതിയതിന് വിരുദ്ധമായിട്ട് ഒന്നും തന്നെ സുപ്രീം കോടതി എഴുതിയിട്ടില്ല. കമ്മിറ്റിയൊന്നും വലുതാക്കിയെന്നേ ഉള്ളൂ. ഇതാണ് CN രാമേന്ദ്രൻ നായർ സാർ. ഞാനതുകൊണ്ട് രാമേന്ദ്രൻ നായർ സാർ കമ്മീഷൻ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നല്ലൊരു റിപ്പോർട്ട് തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ റിപ്പോർട്ട് വാസ്തവത്തിൽ മുനമ്പത്തെ താമസക്കാർക്ക് അനുകൂലമായ റിപ്പോർട്ടായിരിക്കുകയും ചെയ്യും. ഇത്രയൊന്നും പോകാതെ പിണറായി വിജയന് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ്. വഖഫ് ട്രിബ്യൂണലിനെ വെച്ചിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. നിങ്ങൾ അപ്പോയിൻ്റ് ചെയ്ത ആൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് വേറെ ഉണ്ടോ? അയാളെ മാറ്റിയിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന വേറൊരാളിനെ വയ്ക്കുക. ഇതൊക്കെ ചെയ്യാനായിട്ട് തൻ്റെ ഇടം വേണം. അതും കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടും കേട്ടോ. അതിലും കോടതി ഇടപെടും. അവിടെയൊക്കെയാണ് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ പോകേണ്ടത്. സുപ്രീം കോടതിക്കും ചിലപ്പോൾ സന്തോഷമായി കാര്യത്തിലൊക്കെ ഇടപെട്ട്. സുപ്രീം കോടതി ആണെങ്കിൽ സകല എന്തെല്ലാം കേസുകളിലാണ് സുപ്രീം കോടതി നേരം വെളുത്ത് കഴിഞ്ഞാൽ കാതലായ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റോ സംഗതിയോ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല സുപ്രീം കോടതിയുടെ. അവരിതുപോലെ യൂട്യൂബിൽ ചീത്ത പറഞ്ഞു, യൂട്യൂബിൽ തുണിപൊക്കി കാണിച്ചു, ഉദ്ദണ്ഡപ്പൂരിൽ ഒരാളിനെ തുറിച്ച് നോക്കി, ഇങ്ങനെയൊക്കെയുള്ള ഇതെടുത്തിട്ട് വെച്ച് അതിൽ കമൻ്റ് അടിച്ചിട്ട് പേര് വരുത്തുക. ഇങ്ങനെയാണ് സുപ്രീം കോടതി ജഡ്ജിമാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഹാസ് ഹാപ്പൻ ടു അവർ സുപ്രീം കോർട്ട്. കേരള ഹൈക്കോടതി ഇങ്ങനെ ഈ കയ്യടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരായിരുന്നില്ല. ബട്ട് മെല്ലെ മെല്ലെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ അത് ചെയ്യാറുമുണ്ട്. എനിവേ ബൈ ആൻഡ് ലാർജ് കേരള ഹൈക്കോർട്ട് ഈസ് എവേ ഫ്രം ദിസ് publicity business. That I am convinced. To that extent we must be proud that we are having a decent gentlemanly high court in Kerala. But പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ഒരു സം സോർട്ട് ഓഫ് ഓവർ റീച്ച് ആണ്. ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ഡൺ ബൈ ദ കോർട്ട്സ്. ഫൈനലി ഐ വെൽക്കം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ സാറിൻ്റെ റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു. ആ റിപ്പോർട്ടിൽ അദ്ദേഹം ഏകദേശം ആ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. ഈ മെയ് 31 വരെ സമയമൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹം അത് മിന്നൽ വേഗത്തിൽ ചിലപ്പോൾ സബ്മിറ്റ് ചെയ്തു എന്നിരിക്കും. കാരണം കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല അദ്ദേഹം. നമ്പർ 2, ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ തന്നെ അതിൻ്റെ കഴമ്പ് അദ്ദേഹം ഗ്രഹിക്കുകയും ചെയ്യും. കൂടുതൽ നേരെ ഇരുന്ന് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉദാഹരണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാര്യം നേരെ മനസ്സിലാവും. പിന്നെ എന്തിനും ഉദാഹരണം. ഇതാണ് CN രാമേന്ദ്രൻ നായർ സാറ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.